പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനം 19 ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. നാം 20ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കലാസാധക വന്ദനമാണ് 20-21 ശ്ലോകങ്ങൾ. ഭരതർഷി കാളിദാസ ശ്രീഭോജോ ജഗണസ്തദാ സൂരദാസസ്ത്യാഗരാജോ രസഗാനശ്ച സത്കവിഃ. ഭരതർഷി കാളിദാസ ശ്രീഭോജോ ജഗണസ്തദാ സൂരദാസസ്ത്യാഗരാജോ രസഗാനശ്ച സത്കവി എന്ന 20ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. അതിൽ ആദ്യം ഭരതമുനിയെക്കുറിച്ചാണ്. ഗാന്ധർവ വേദത്തിനു ശേഷം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുണ്ടായ ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. നാട്യമെന്നാൽ നടനം അല്ലെങ്കിൽ അഭിനയം എന്നാണ്. അഭിനയം എന്നത് ആംഗ്യം കൊണ്ടും വാക്കുകൊണ്ടും മുഖത്തെ ഭാവം കൊണ്ടും വേഷഭൂഷാദികൾ കൊണ്ടും പ്രകടമാകുന്നത് എന്ന് ഭരതമുനി പറഞ്ഞിരിക്കുന്നു. ഭരതമുനിയുടെ കാലഘട്ടം 2200-നും 2300-നും വർഷം മുമ്പാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നാട്യശാസ്ത്രത്തിൻ്റെ ഈ ആചാര്യൻ്റെ പേരു തന്നെ ഭാവം, രാഗം, താളം എന്നിവയുടെ ചുരുക്കപ്പേരാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം അക്കാലത്തെ സുപ്രസിദ്ധ കാവ്യശാസ്ത്രകാരനും സംഗീതജ്ഞനുമായിരുന്നു. ഇതെല്ലാം നാട്യശാസ്ത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ന തത് ജ്ഞാനം, ന തത് ചിഹ്നം, ന സാ വിദ്യ, ന സാ കല, നാസൗ യോഗോ, നത് കർമ്മ നാട്യേസ്മിൻ എന്ന ദൃശ്യതേ. ഈ നടനശാസ്ത്രത്തിലല്ലാത്ത ജ്ഞാനമോ ശില്പമോ വിദ്യയോ കലയോ യോഗപദ്ധതിയോ കർമ്മമോ ഇല്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയപ്പെടുന്നു. നാട്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി രസകരമായൊരു കഥയുണ്ട്. സൃഷ്ടിക്കു ശേഷം ഈർഷ്യ, ക്രോധം, മത്സരം എന്നിവയാൽ ജീവിതം കർക്കശവും മടുപ്പിക്കുന്നതുമായപ്പോൾ വിനോദത്തിന് ഉപായം തേടി ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ, മറ്റു പ്രാണികൾ എന്നിവർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ബ്രഹ്മാവ് 4 വേദങ്ങളിൽ നിന്നും പാഠം, ഗീതം, അഭിനയം, രസം എന്നിവ എടുത്ത് നാട്യശാസ്ത്രം രചിച്ചു. ആദ്യം ദേവന്മാരോട് അത് പ്രയോഗത്തിൽ വരുത്താൻ പറഞ്ഞു. അവർക്കത് സാധിച്ചില്ല. പിന്നെ ഭരതമുനിയോടും 100 പ്രജകളോടും ആവശ്യപ്പെട്ടു. അവരത് പരിശീലിപ്പിച്ച് ആദ്യം ഇന്ദ്രോത്സവത്തിലും പിന്നെ ശിവലോകത്തും അവതരിപ്പിച്ചു. രണ്ടിടത്തും ആ നൃത്തനാടകം വളരെ പ്രശംസ നേടി. നഹുഷ രാജാവ് ഇന്ദ്രനായപ്പോൾ അത് ഭൂമിയിലെ തൻ്റെ കൊട്ടാരത്തിൽ അവതരിപ്പിക്കണമെന്ന് ഭരതമുനിയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ നാട്യശാസ്ത്രം ഭൂമിയിലെത്തി. ഇതാണ് അതിൻ്റെ ഐതിഹ്യം. 10 തരം രൂപകങ്ങളിൽ ഒന്നാണ് നാടകം. എല്ലാവിധ കലാരൂപങ്ങളുടെയും ആചാര്യനാണ് ഭരതമുനി. വ്യാസൻ ആധ്യാത്മികത്തിലും പാണിനി ഭാഷാശാസ്ത്രത്തിലും എന്ന പോലെ ലളിത കലാരംഗത്തെ അദ്വിതീയ ആചാര്യൻ ഭരതമുനിയാണ്. മറ്റു ശാസ്ത്രങ്ങൾ അധികാരി ഭേദമനുസരിച്ചാണ് അഭ്യസിക്കാൻ അവസരം നൽകിയിരുന്നത്. എന്നാൽ നാട്യശാസ്ത്രത്തിൽ ജാതി, വംശ തിരിവുകളൊന്നുമില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ അവസരം നാട്യശാസ്ത്രത്തിൽ ലഭിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ ആനന്ദവും സംസ്കാരവും വിനോദവും നുകർന്നിരുന്ന ജീവിതരംഗമാണ് ലളിത കലാവേദികൾ. ജനകീയ ബോധവൽക്കരണത്തിൻ്റെ ഒരു മുഖ്യ പ്രചരണ ഉപാധിയായിട്ട് പ്രാചീന കാലം മുതൽക്കേ നാട്യശാസ്ത്രത്തിൽ നിന്നുത്ഭവിച്ച കലാരൂപങ്ങൾ പ്രവർത്തിക്കുന്നു. ഉൽപ്പത്തി, നാട്യശാല, രംഗസംവിധാനം, നൃത്തഭേദങ്ങൾ, സംഗീതം, രസങ്ങൾ, ഭാവങ്ങൾ, രംഗപൂജ മുതലായവ വിവിധ വശങ്ങളെ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി വിസ്തരിച്ച് വിവരിക്കുന്നുണ്ട്. 36 അധ്യായങ്ങളും 6000 സൂത്രങ്ങളും ശ്ലോകങ്ങളും വിവരണങ്ങളും ഉണ്ടായിരുന്ന നാട്യശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. ഭരതമുനിയുടെ ഗ്രന്ഥത്തിന് അഭിനവഗുപ്തൻ രചിച്ച അഭിനവ ഭാരതി എന്ന വ്യാഖ്യാനം 100 വർഷം മുമ്പ് കേരളത്തിലാണ് കണ്ടുകിട്ടിയത്. സൂത്രരൂപത്തിൽ ഭരതമുനി രചിച്ച ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം രചിച്ചത് കോവിലൻ എന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് ഭരതമുനി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാവ്യശാസ്ത്രവും നാട്യശാസ്ത്രവും ഇഴപിരിഞ്ഞു കിടക്കുന്നതുകൊണ്ടും ഭരതമുനി രണ്ടിലും വിദഗ്ധനായതുകൊണ്ടും സഹസ്രാബ്ദങ്ങളായി ഇവ രണ്ടും അന്യോന്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർന്നു വരുന്നു. ഭരതമുനിയോളം ലോകത്തെ സ്വാധീനിച്ച പ്രതിഭ അപൂർവമാണ് എന്ന് തന്നെ പറയാം. സജ്ജനങ്ങളെ, ഭാരതം ഒരിക്കലും കേവലമായ ആധ്യാത്മികതയിൽ മാത്രമായിരുന്നില്ല. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ
അവൻ അവനെ അറിയലാണ്. നമ്മളെല്ലാം നമ്മളെ അറിയുന്ന ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം. അവിടെയാണ് മനുഷ്യന്റെ വിശാലമായ തലങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ നിരന്തരമായി ചിന്തിച്ചത്. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇത് ലഭിച്ചാൽ മനുഷ്യൻ സംതൃപ്തനാകുമോ? ഇല്ല. മറ്റു പല ജീവജാലങ്ങളും ഇതിൽ തൃപ്തിയായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നൃത്തം, കല, വാദ്യം, ഘോഷങ്ങൾ എല്ലാം നിറഞ്ഞതാണ്. അവിടെയാണ് ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൻ്റെ സവിശേഷത. 64 കലകളെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രം പ്രതിപാദിക്കുന്നു. അവിടെ വാദ്യവും ഘോഷവും നൃത്തവും ചമയവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കല ഒരു വിദ്യാർത്ഥി ചെറുപ്പത്തിലെ അഭ്യസിക്കുകയാണെങ്കിൽ അവനൊരു 10 വർഷം കൊണ്ട് അതിൽ എക്സ്പേർട്ടായി, വിദഗ്ധനായി തീരുന്നു. ഇപ്പം നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിഷയങ്ങളിൽ നല്ലൊരു ശതമാനം ജീവിതത്തിൽ വലിയ പ്രയോജനമില്ലാത്തതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമാറ്റിക്സും ഒക്കെ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അത് ബൈഹാർട്ട് പഠിച്ചത് പരീക്ഷ എഴുതി നമുക്ക് A+, A, B+ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജയപരാജയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. എന്നാൽ വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതെങ്കിലും ഒന്നിൽ ഒരു വിദ്യാർത്ഥി ഒരു 17-20 വയസ്സാകുമ്പോഴേക്കും വിദഗ്ധനായി തീരണം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ഇതിപ്പോൾ 20-ാമത്തെ വയസ്സിൽ MA പഠനം കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നീട് അവനൊരു പ്രൊഫഷണൽ കോഴ്സിന് പോകും, ഒരു തൊഴിൽ പഠിക്കാൻ പിന്നീടാണ് പോകുന്നത്. അതായത് MA വരെ പഠിച്ചിട്ടും അവനൊരു പണി പഠിച്ചില്ല. ഭാരതത്തിൻ്റെ ഈ നാട്യശാസ്ത്രം എന്നെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ രൂപീകരിക്കുന്ന ഒരു പഠന സമ്പ്രദായമാണ്. എല്ലാവർക്കും എല്ലാമായി തീരാൻ കഴിയില്ല. ഓരോരുത്തൻ്റെയും കഴിവുകൾ ഏതെന്ന് കണ്ടെത്തി അതനുസരിച്ചുള്ള വിദ്യകൾ അവരെ പഠിപ്പിക്കുന്നതാണ് 64 കലകളടക്കമുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ ഭരതമുനിയെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.